ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെസഹ അപ്പവും പാലും എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന വീഡിയോയുമായിട്ടാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തന്നെ ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 മണിക്കൂർ വെക്കണം. അതിനുശേഷം നല്ല പോലെ കഴുകി നമുക്ക് അരച്ചെടുക്കണം. അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരി അരച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കപ്പളവിൽ തേങ്ങ ചെരുകിയത്, പിന്നെ ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ജീരകം വേണ്ടവർക്ക് ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഈ അരപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂർ മാവ് മൂടി വയ്ക്കണം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതേ കളറാകുമ്പോൾ എടുക്കുക. അതിനുശേഷം ചെറിയുള്ളി അരിഞ്ഞതിട്ടിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കാം. ഞാൻ വറുത്ത തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ മൂപ്പിച്ച ചെറിയുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ 2 തരത്തിലാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ മാവ് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തടവിയ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ കുരുത്തോല കട്ട് ചെയ്ത് വെച്ചത് കുരിശാകൃതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആ മാവിലേക്ക് തന്നെ, ആ സെയിം മാവിലേക്ക് തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ മൂപ്പിച്ച ആ വെളിച്ചെണ്ണ ഉള്ള ഫ്രൈ പാനിലേക്ക് തന്നെ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വെന്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുള്ള അപ്പം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള അപ്പവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് കുറുക്കാം. ഏലക്കായും ചുക്കും ജീരകവും നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇത് ഒരു 80 ml കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അളവ് കേട്ടോ.
ഏകദേശം ഒരു 6 ടീസ്പൂണ് പൊടി ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായി പോവും. അപ്പോൾ കുറച്ച് പൊടി ഇട്ടാൽ മതി. കുറച്ച് പൊടി ഇട്ടിട്ട് നോക്കുക, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കട്ട കുത്താതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കണം. അവിടെ നിന്ന് മാറി പോവരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അടി പിടിക്കും, അല്ലെങ്കിൽ കട്ട കുത്തും. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്കായ, അതുപോലെ ചുക്ക്, ജീരകമൊക്കെ പൊടിച്ച പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെസഹ പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് കുക്കിംഗ് വീഡിയോസ് തന്നെ ഉണ്ട്, ഒരുപാടെണ്ണം. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.